എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. ഞാൻ ഹംസ സൈദി, കർണാടക സ്റ്റേറ്റിലെ കൊടക് ജില്ലയിൽ സിദ്ധാപുരം പരിചയമുണ്ടാവും, അതിൻ്റെ പരിസരത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ 2-3 പ്രാവശ്യമായിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ആളാണ്, ഒരു 4 വർഷം മുമ്പ്. പിന്നീട് അത് കാരണം ഒരുപാട് ഗുളികകൾ കഴിച്ചു. ഒരു 4 വർഷം കഴിഞ്ഞപ്പോൾ ഒരു 2-3 മാസം മുമ്പുള്ള ടെസ്റ്റിൽ ഡോക്ടർ പറഞ്ഞത് ഈ ഗുളിക കഴിച്ചത് കാരണം ഷുഗർ വരാൻ സാധ്യതയുണ്ട്, ഒരു പരിശോധന നടത്തണമെന്ന് പറഞ്ഞു. ഞാൻ പരിശോധന നടത്തി. അപ്പോൾ നോക്കുമ്പോൾ 530ഓളം ഷുഗർ ഉണ്ടായിരുന്നു. അപ്പം ഭക്ഷണത്തിൻ്റെ ശേഷമാണ്. അപ്പോൾ അതിനൊക്കെയായ ഗുളികകൾ എഴുതി. അതൊരു മാസം കഴിച്ചിട്ടും എനിക്ക് വേണ്ട പോലെ ഒരു മാറ്റങ്ങളൊന്നും കണ്ടില്ല. എന്ന് മാത്രമല്ല, കഴിഞ്ഞ നമുക്കറിയാതെ നിങ്ങൾക്ക് ഡേറ്റിൽ കാണുന്നുണ്ടാവും, ജൂൺ 3-ാം തീയതി ഞാൻ ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പോയിട്ട് പരിശോധിച്ചപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് 280-ഉം ശേഷം 339 അവിടെ കണ്ട റിസൾട്ട്. അതിൻ്റെ ശേഷം അവരെഴുതി തന്ന ഗുളികകളാണിത്. ഇതൊന്നും ഞാൻ കഴിച്ചില്ല. എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കഴിച്ചു, ഒരു 30 ദിവസം കഴിക്കാൻ വേണ്ടി പറഞ്ഞ് ഞാൻ കഴിച്ചില്ല. കാരണം എനിക്ക് അതുകൊണ്ട് ഗുണം കിട്ടില്ലെന്ന് തോന്നിയതുകൊണ്ടാണ്. പിന്നെ റാഫി സാറ് എന്നോട് മുമ്പേ ഈ വിഷയങ്ങൾ സംസാരിച്ചിരുന്നു. ഞാനത് വെറും ഒരു ബിസിനസ്സിന് വേണ്ടി സംസാരിക്കുന്ന പോലെ കണക്കൂട്ടി അത് തള്ളിക്കളയാണ് ചെയ്തത്. പിന്നീട് എനിക്ക് ബോധ്യപ്പെട്ടു, ഒന്ന് കഴിച്ചേക്കാം. പരമാവധി അതിനെ സംബന്ധിച്ച് പഠിച്ചു. അങ്ങനെ ആദ്യമായി ഞാൻ ഐക്കോഫിയുടെ ഒരു ക്രീമാണ് കഴിച്ചത്. ഐക്കോഫി ഇതാണ് ആദ്യം കഴിച്ചത്. ഇതിൽ 50 പാക്കറ്റ് 20 ദിവസം കൊണ്ട് കഴിച്ചു. രണ്ടാമത് അതിൻ്റെ ബ്ലാക്ക് ഒന്ന് കഴിച്ചു. ഇത് രണ്ടും കഴിച്ച് തീർന്നപ്പോൾ എനിക്കൊന്ന് തോന്നി ഒരു ടെസ്റ്റ് നടത്തണം. അങ്ങനെ ഞാൻ 8-ാം തീയതി, അതായത് ഈ ആഗസ്റ്റ് 8-ന് ഞാൻ പോയി പരിശോധിച്ച് നോക്കുമ്പോൾ എൻ്റെ ഷുഗർ ലെവൽ 114. ഇത് നമ്മുടെ ഹോസ്പിറ്റലിലെ ബില്ലാണ്. പരിശോധിക്കാം. ഇതാ ഹോസ്പിറ്റലിലെ മുഴുവൻ അഡ്രസ്സ്. ഇത് അവിടെ നിന്ന് എടുത്ത റിസൾട്ടാണ്. ഈ റിസൾട്ട് കിട്ടിയ ഉടനെ തന്നെ ഞാൻ റാഫി സാറിനെ വിളിച്ചിരുന്നു. ഇങ്ങനെയാണ് ഇപ്പം ഷുഗറിൻ്റെ ലെവൽ. എന്ന് പറഞ്ഞാൽ ഷുഗർ മാത്രമല്ല, എൻ്റെ കാലിന് ഞാൻ വണ്ടിമെന്ന് വീണിട്ട് ഒരു മുറിവെല്ലുണ്ടായിരുന്നു. അപ്പോഴാണ് ഷുഗറിൻ്റെ അംശങ്ങൾ ബോധ്യപ്പെടുന്നത്. പിന്നെ അതിന് ഓയിൻമെൻറ്റുകളോ ബാക്കിയുള്ള എന്ത് ഉപയോഗിച്ചിട്ടും അത് വേണ്ട പോലെ ഒരു ഫലം കണ്ടില്ല. പിന്നെ ഞാനതങ്ങനെ വിട്ടു. പിന്നെ വീട്ടിൽ നിന്ന് എല്ലാവർക്കും അതൊരു പ്രശ്നമായിട്ട് തോന്നുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് ആ ഐക്കോഫി കഴിച്ചതോടുകൂടി എൻ്റെ ആ മുറിവിൻ്റെ അടയാളം പോലും വേണ്ട പോലെ കാണുന്നില്ല. എന്ന് മാത്രമല്ല, എനിക്ക് കണ്ണിന് പരിശോധന നടത്താൻ വേണ്ടി ഞാൻ കോയമ്പത്തൂർ വരെ പോയിരുന്നു. അവിടുന്ന് ഡോക്ടർമാർ വിധി എഴുതി, ഒരു പ്രശ്നവുമില്ല, കണ്ണിനൊന്നും ഷുഗർ ബാധിച്ചിട്ടില്ല, അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. ഞാൻ പ്രത്യേകമായിട്ട് ഷുഗർ പേടിക്കാനുള്ള കാരണം, ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. 3 സ്ഥലത്തായിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട്, സ്റ്റഡിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ശ്രദ്ധിക്കണമല്ലോ എന്ന ധാരണയിലാണ് പോയത്. ഇപ്പം അൽഹംദുലില്ലാ 114 റിസൾട്ട് ഭക്ഷണത്തിന് മുമ്പ് കണ്ടതുകൊണ്ട് വലിയ സന്തോഷവാനാണ്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നില്ല, പിന്നെ തുടർന്ന് കഴിക്കണം എന്ന് തന്നെ ആഗ്രഹിച്ചുകൊണ്ട് വേറെയും ഐപ്പൾസും ഐക്കോഫി ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഇൻഷാ അല്ലാ ഞാൻ കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതും കൂടി കാണിച്ചു തരാം. എൻ്റെ ഹാർട്ട് സംബന്ധമായിട്ട് എനിക്കൊരു സന്തോഷം ലഭിക്കാൻ ഐപ്പൾസും പിന്നെ ഷുഗർ ഒന്നും കൂടെ നിയന്ത്രണത്തിൽ വരാൻ വേണ്ടി തന്നെ ഒരു ബ്ലാക്ക് ഐക്കോഫിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇന്ന് വന്ന പാർസലാണ്. അപ്പം എല്ലാവരോടും ഇത് ഒരു ബിസിനസ്സായി കാണുന്നതിലുപരി മറ്റുള്ളവരുടെ അസുഖത്തെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ അവരുടെ എല്ലാ രീതിയിലുമുള്ള സന്തോഷത്തിന് വേണ്ടി നമ്മളൊരു കാരണമാകുകയാണെങ്കിൽ ഇതുപോലത്തെ ബിസിനസ് നിങ്ങൾ ചെയ്യുക. വലിയ ലാഭം ആഗ്രഹിക്കരുത്, ഒരു വലിയ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുക. നല്ലത് വരട്ടെ എല്ലാവർക്കും ആശംസിക്കുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും.